15,000 പോസ്റ്റ്മോർട്ടം കേസുകളിൽ ഞാൻ ആദ്യം നേരിട്ട കേസാണിത്. അവന്റെ തൊണ്ടയിൽ ജീവനുള്ള ഒരു കോഴി കുടുങ്ങിയിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ന്യൂസുകളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പോലും ആകാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ 21-ാം നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. ഛത്തീസ്ഗഡിലെ സർഗുജയിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിതാവാകാനുള്ള ആഗ്രഹത്തിൽ ഒരു 35 വയസ്സുകാരൻ ജീവനോടെ ഒരു കോഴിയെ വിഴുങ്ങിയിരിക്കുകയാണ്. അതായത് ആ പ്രദേശത്ത് ഒരു മന്ത്രവാദി അല്ലെ തന്ത്രി അങ്ങനെ പറയുന്ന ഒരാള്, അയാൾ പറഞ്ഞു, കൊടും അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു ജീവനുള്ള കോഴിയെ വിഴുങ്ങാനായിട്ട്. അപ്പം ജീവനുള്ള കോഴിയെ ഇദ്ദേഹം വിഴുങ്ങി തൊണ്ടയിൽ കുടുങ്ങി. ഇപ്പൊ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അന്നനാളത്തിനും ശ്വാസനാളത്തിനും ഇടയിൽ ഒരു യു ഷേപ്പിൽ സംഭവം സ്റ്റക്കായി ശ്വാസം മുട്ടി ഇദ്ദേഹം പെടഞ്ഞ് വീഴുകയാണ് ഉണ്ടായത്. അപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് 15,000 കേസുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 15,000 കേസുകൾ നേരിട്ടപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം ജീവനുള്ള കോഴിയാണ് ഉണ്ടായിരുന്നത് എന്നാണ്. ഇപ്പോഴും ഈ ഒരു നൂറ്റാണ്ടിലും ഇങ്ങനെ വിശ്വാസത്തോടു കൂടി നടക്കുന്ന ആളുകളുണ്ടോ? ഇതും വിശ്വസിപ്പിക്കാൻ ആളുകളുണ്ട്, ഇത് വിശ്വസിക്കാനും ആളുകളുണ്ട് എന്ന് പറയുന്നത് അതീവ ദുഃഖകരം തന്നെയാണ്. എന്താണെങ്കിലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ മനുഷ്യന് എവിടെ കൊണ്ട് എത്തിച്ചു എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഒരു അവസാനം കുട്ടിയും കിട്ടിയില്ല, ഉള്ള ജീവനും പോയി. ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മെഡിക്കൽ സയൻസിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തും ചെയ്യുവാൻ കെൽപ്പുള്ള ഈ കാലത്ത്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ എന്താണ് റീസൺ എന്നോ വളരെ നിസാരമായി കണ്ടെത്തുവാൻ പറ്റുന്ന ഈ കാലത്തും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നവർക്ക് ഇതായിരിക്കും ഫലം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുവാൻ പോകുന്ന റിസൾട്ട് ഇതാണ്. എന്താണെങ്കിലും വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.